ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഡിസ്കൗണ്ട് എത്ര പെർസെന്റേജ് ആണ്? ആദ്യത്തെ ഡിസ്കൗണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 4 ആർട്ടിക്കിൾ ഫ്രീ കിട്ടി 12 ആർട്ടിക്കിളിന്റെ കൂടെ. അതായത് എങ്ങനെയാണ്? 16:12 അല്ലെ? 16 ആർട്ടിക്കിളിൽ 4 ആർട്ടിക്കിളിന്റെ പൈസ കൊടുക്കണ്ട, 12 ആർട്ടിക്കിളിന്റെ പൈസ കൊടുത്താൽ മതി. അതുപോലെ രണ്ടാമത്തെ ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് 20% എന്ന്. 20% എന്ന് വെച്ചാൽ എത്രയാ? 20% എന്ന് പറഞ്ഞാല് 1/5 അല്ലേ? അതായത് 5 രൂപയുടെ ഐറ്റം 4 രൂപയ്ക്ക് കിട്ടി. 5 രൂപയുടെ ഐറ്റം 4 രൂപയ്ക്ക് കിട്ടി. ഇതാണ് അതിന്റെ മീനിങ്. അപ്പൊ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഞാൻ എഴുതുന്നതിൽ എവിടെയെങ്കിലും 4:3 ആണ്. 4ഉം 4 5:3 എന്ന് വരും അല്ലേ? 5:3 എന്ന് വരും. 5:3 എന്ന് വരും. അതായത് 5 യൂണിറ്റിന്റെ ഐറ്റം 3 യൂണിറ്റിന് ആണ് കൊടുത്തത്. 5 യൂണിറ്റിന്റെ ഐറ്റം 3 യൂണിറ്റിന് കൊടുത്തു. 2 യൂണിറ്റ് ഡിസ്കൗണ്ട് പോയി. അപ്പം ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്രയാണ്? ഡിസ്കൗണ്ട് പെർസെന്റേജ് 2 divided by 5 into 100, which will be equal to 40%. 40%. 2 by 5 into 100, which will be equal to 40%. Okay. അപ്പോൾ ഡിസ്കൗണ്ട് 40%. ഡിസ്കൗണ്ട് 40%. നമുക്ക് പ്രോഫിറ്റ് ഡിസ്കൗണ്ടും മാർക്കപ്പും വെച്ചുള്ള ഇക്വേഷൻ അറിയാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർക്കപ്പ് മൈനസ് ഡിസ്കൗണ്ട് മൈനസ് മാർക്കപ്പ് ഇൻറ്റു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100. ഓക്കെ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 20% തന്നിട്ടുണ്ട്. മാർക്കപ്പ് എത്രയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ഡിസ്കൗണ്ട് അറിയാം 40 മൈനസ് 40 m/100. അപ്പോ എത്ര വരും? 6 m/10 എന്ന് വരും. 3 m/5 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു 20 അപ്പുറത്ത് പോകുമ്പോൾ 60. അപ്പൊ മാർക്കപ്പ് എത്രയെന്ന് കിട്ടും? 100% എന്ന് കിട്ടും. മാർക്കപ്പ് എത്രയെന്ന് കിട്ടും? 100% എന്ന് കിട്ടും. അതിന്റെ മീനിങ് എന്താണ്? അതായത് മാർക്കപ്പ് 100% കിട്ടിയെന്ന് പറഞ്ഞാല് ഇപ്പം 1 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിന്റെ 100% ഇൻക്രീസ് ചെയ്തു. 2 രൂപയാണ് മാർക്ക് പ്രൈസ് അല്ലെ? അല്ലെങ്കിൽ സംഭവം മനസ്സിലായില്ലേ? മാർക്കപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ 100% എന്ന് വെച്ചാൽ മാർക്കപ്പ് 100% എന്ന് പറഞ്ഞു. 100% വെച്ചാൽ 1/1 ആണ്, നമുക്കറിയാലോ. 1/1. അപ്പോ കോസ്റ്റ് പ്രൈസ് 1 ആണെങ്കിൽ 1 യൂണിറ്റും കൂടെ കൂടി മാർക്കറ്റ് പ്രൈസ് എത്ര യൂണിറ്റ് ആവും? 2 യൂണിറ്റ് ആവും. അതാണ് അതിന്റെ മീനിങ്. 1:2.